പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom BBA പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്. ഇതിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, മാത്സും സ്റ്റാറ്റിയും ഉൾപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, ഓരോ മൊഡ്യൂൾ വൈസ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ്, ക്വസ്റ്റ്യൻസ് 3 ടൈപ്പിലാണ്: ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ ഓരോ മൊഡ്യൂൾ വൈസാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ 1 ഇത് പ്രധാനമായിട്ടും ഇക്വേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിൽ 10 മാർക്സ് ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്ന് ഉണ്ടാവുക. 10 മാർക്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 മാർക്കിന് അപ്പുറത്തുള്ള ക്വസ്റ്റ്യനുകൾ വരും. നമുക്കിതിൽ ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിൽ എന്ന് പറയുന്നില്ല. 80 മാർക്കിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ടാവും. എസ്സേ തന്നെ 4 ഉണ്ടാവും, അവിടെ തന്നെ 40 മാർക്കായി. അപ്പോൾ ആയതിനാൽ തന്നെ ഇത് 10-15 മാർക്കിനൊക്കെ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരാം. ഓക്കെ, 80 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിൽ 10 മാർക്ക് അതിൻ്റെ വെയിറ്റേജ് കൊടുക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. സെക്കൻഡ് 15, തേർഡ് 15, ഫോർത്ത് 15, ലാസ്റ്റ് മൊഡ്യൂൾ 25 എന്ന രീതിയിലാണ്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ 1 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ത്, ഇക്വേഷനിലുള്ള പ്രോബ്ലം, ഏതെങ്കിലുമൊക്കെ പ്രോബ്ലം. ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്, സൈമൾട്ടേനിയസ് ഇക്വേഷൻ പ്രോബ്ലം സോൾവിങ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രോബ്ലം സോൾവിങ്. ഇതിൽ നിന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ്റെ പ്രോബ്ലം എങ്ങനെ, 3 അൺനോൺസ് ഉള്ള ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതായിരിക്കും. മൊഡ്യൂൾ 2 15 മാർക്കിനാണ്, മെട്രിക്സിൻ്റെ മൊഡ്യൂളാണ്. ഇതിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ 2 മാർക്സിന് മെട്രിക്സ്, ഏതെങ്കിലും ടൈപ്പ് ഓഫ് മെട്രിക്സ് ചോദിക്കാം, ഡിറ്റർമിനൻസ് ഓഫ് മെട്രിക്സ് ചോദിക്കാം, സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സ് ചോദിക്കാം, ട്രേസ് ഓഫ് മെട്രിക്സ് ചോദിക്കാം, മെട്രിക്സ് ഓപ്പറേഷൻ്റെ പ്രോബ്ലംസ് ചോദിക്കാം, മൈനർ, കൊഫാക്ടർ, അഡ്ജോയിൻറ്റ്, അതുപോലെ തന്നെ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് ചോദിക്കാം, ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് ചോദിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും 2 മാർക്സിന് വരിക. ഓക്കെ, ഇതിൽ പ്രോബ്ലം ബേസിൽ മെട്രിക്സ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ രീതിയിലാണ് ഉണ്ടാവുക. ഇനി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരിക മെട്രിക്സ് ഡിറ്റർമിനൻസ് ആൻഡ് ഈസ് പ്രോപ്പർട്ടീസ്, മൈനർ, കൊഫാക്ടർ, അഡ്ജോയിൻറ്റ്, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്. ഈ രീതിയിൽ അത് പ്രോബ്ലമായിട്ട് ചോദിക്കാം. മെട്രിക്സ് ഓപ്പറേഷൻ്റെ പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യനായിട്ട് ക്രാമേഴ്സ് റൂളിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ സോൾവിങ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, ഈ രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മൈനർ, കൊഫാക്ടർ, അഡ്ജോയിൻറ്റ്, ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ്, ഇതും എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മൊഡ്യൂൾ 3 അതിൽ 15 മാർക്സിനാണ് പറയുന്നത്. അപ്പോൾ 20-22 മാർക്സിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, സം ഓഫ് n ടേം ഓഫ് AP പ്രോബ്ലം, ജനറൽ ടേം ഓഫ് AP ഓർ nth ടേം പ്രോബ്ലം, അരിത്തമെറ്റിക് മീന്, ജോമെട്രിക് മീന്, സം ഓഫ് n ടേംസ് ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ പ്രോബ്ലം, ജനറൽ ടേം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ ഓർ nth ടേം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ പ്രോബ്ലം. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യനുകളായിരിക്കും 2 മാർക്സ് ഉണ്ടാകും. എന്നാൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ ഈ പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞ സം ഓഫ് n ടേംസ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പ്രോബ്ലം, ജനറൽ ടേം ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഓർ nth ടേം ഓഫ് അതിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ സം ഓഫ് nth ടേം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ പ്രോബ്ലം, ജനറൽ ടേം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ ഓർ nth ടേം ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ പ്രോബ്ലം. ഇതൊക്കെ ഒന്നും കൂടി 2 മാർക്കിനെ കാട്ടി കൂടുതലായിട്ട് കുറച്ചും കൂടി എഴുതാനുള്ള, കുറച്ചും കൂടി പ്രോബ്ലം ചെയ്യാനുള്ള രീതിയിലായിരിക്കും വരിക. എസ്സേ ക്വസ്റ്റ്യനിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പ്രോബ്ലമോ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ പ്രോബ്ലമോ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി മൊഡ്യൂൾ 4 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനിറ്റി പെർപെറ്റ്യൂറ്റി EMI എന്നുള്ളത്. ചിലപ്പോൾ അതിൽ സിമ്പിൾ പ്രോബ്ലം ചിലപ്പോൾ ചോദിക്കാം. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ, ആനിറ്റി പ്രോബ്ലം ചോദിക്കാം, പെർപെറ്റ്യൂറ്റി പ്രോബ്ലം ചോദിക്കാം, EMI കാൽക്കുലേഷൻ്റെ പ്രോബ്ലം ചോദിക്കാം. ഇനി ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ഏതെങ്കിലുമൊക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒന്നുകൂടി 10 മാർക്കിന് എഴുതുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് പ്രതീക്ഷിക്കാവുന്നതാണ്.
മൊഡ്യൂൾ 5 ഏറ്റവും വലിയ മൊഡ്യൂളാണ്, 25 മാർക്കിന്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജയിക്കാനുള്ളത് ചിലപ്പോൾ ഈ മൊഡ്യൂൾ ഫുള്ളായിട്ട് പഠിച്ചാൽ ചിലപ്പോൾ ജയിക്കാനുള്ള മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥിക്ക് 100-ലായതുകൊണ്ട് 35 മാർക്ക് കിട്ടിയാൽ മതി. ചിലപ്പോൾ 10-15 മാർക്ക് ഇൻറ്റേർണൽ ഉണ്ടാവും, അപ്പോൾ 20 മാർക്ക് കിട്ടിയാൽ മതിയാവും. അതിനുള്ള ക്വസ്റ്റ്യൻ 30 മാർക്കിനൊക്കെ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ വാട്ട് ഈസ് അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ 2 മാർക്കിന്. കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, സ്ക്യൂനെസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ, കർട്ടോസിസ് ഉണ്ട്, ലോറൻസ് കർവ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുവരെ പറഞ്ഞ നമ്മളെ ഡിസ്പേഷനിലും സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, സെൻട്രൽ ടെൻഡൻസിയിൽ മീനി, മീഡിയൻ, മോഡ്, ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ, ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിൾ പ്രോബ്ലംസ് 2 മാർക്കുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അരിത്തമെറ്റിക് മീനിൻ്റെ പ്രോബ്ലം, മീഡിയം പ്രോബ്ലം, മോഡ് പ്രോബ്ലം, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രോബ്ലം, സ്ക്യൂനെസ്സിൻ്റെ പ്രോബ്ലം, കർട്ടോസിസ് ചിലപ്പോൾ ചോദിക്കാം. ഈ പറഞ്ഞതൊക്കെ ചിലപ്പോൾ തിയറി ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്നുള്ള രീതിയിലോ എക്സ്പ്ലെയിൻ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള രീതിയിലോ ചോദിക്കാവുന്നതാണ്. ഇതിന് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. ഡിസ്പേഷനോ സെൻട്രൽ ടെൻഡൻസിയിലെ ഏതെങ്കിലും ഒന്ന്, ചിലപ്പോൾ സെൻട്രൽ ടെൻഡൻസിയിലെ മീനി, മീഡിയൻ, മോഡ് ഒരുമിച്ച് ചെയ്യാൻ അങ്ങനെ വരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷനൊക്കെ പ്രോബ്ലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കൂടെ തന്നെ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കൂടി ചോദിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.